ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയർന്നു. ചെന്നൈ, മുംബൈ, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലാണ് കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 106 കോവിഡ് കേസുകളിൽ 95 എണ്ണം മുംബൈയിൽ നിന്നാണ്. 16 പേർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. മുൻകരുതൽ നടപടിയായി നായിഡു ആശുപത്രിയിൽ 50 കിടക്കകൾ മുനിസിപ്പാലിറ്റി അധികൃതർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മെയ് മാസം പൂനെയിൽ ഒരു കോവിഡ് കേസ് മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. 87 വയസ്സുള്ള വ്യക്തിയിലായിരുന്നു രോഗം തിരിച്ചറിഞ്ഞത്. അവർ സുഖം പ്രാപിച്ചതായി പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. തമിഴ്നാട്ടിലെ പുതുച്ചേരിയിൽ പുതിയതായി 12 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം കണക്കിലെടുത്ത് നേരത്തെ തീരുമാനിച്ച പല ശസ്ത്രക്രിയകളും മാറ്റിവെച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. കോവിഡ് പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടില്ലെന്നും അത് വ്യത്യസ്ത രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ TS സെൽവാവിനായകം പറഞ്ഞു. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിച്ചാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് മാസത്തിൽ കേരളത്തിൽ 182 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കർണാടകയിൽ 10 സജീവ കോവിഡ് കേസുകളും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 7 എണ്ണവും സ്ഥിരീകരിച്ചു. ഹൈദരാബാദിൽ കഴിഞ്ഞ വർഷം പ്രതിമാസം ഒരു കോവിഡ് കേസ് മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥാനത്താണ് ഈ വർധനവുണ്ടായിരിക്കുന്നത്. രോഗികളെല്ലാം വീട്ടിൽ നിരീക്ഷണത്തിലാണെന്നും അവരുടെ ശ്രമം ജീനോമിക് പരിശോധനയ്ക്ക് അയച്ചതായും അധികൃതർ പറഞ്ഞു. 2023 കോവിഡ് മഹാമാരി അവസാനിച്ചതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചെങ്കിലും ആഗോളതലത്തിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയിൽ പുതിയ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗർഭിണികളും പ്രായമായവരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആളുകൾ പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും ഇടയ്ക്കിടെ കൈകൾ കഴുകണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുമ, തൊണ്ടവേദന, ഓക്കാനം, ഛർദി, ബ്രെയിൻ ഫോഗ്, കൺജക്റ്റിവിറ്റീസ് എന്നിവയാണ് നിലവിലെ തരംഗവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ.